Welcome back to our history classes. This is Hybrid Campus. I am your history faculty Shahina Shareen. So, നമ്മൾ ഇന്ന് MS University MA History First Semile Socio-Cultural History of തമിഴ്നാടുവിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ഏതാണ്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് പല്ലവ ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ പല്ലവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള റൂളിംഗ് ഡൈനാസ്റ്റി കൂടിയായിരുന്നു പല്ലവന്മാർ എന്നറിയപ്പെടുന്നത്. അതായത് CE 3rd century to CE 9th century വരെ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇന്നത്തെ തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട റൂളിംഗ് ഡൈനാസ്റ്റി ആയിരുന്നു പല്ലവന്മാർ എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഈ പല്ലവന്മാർ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വളരെ വലിയ രീതിയിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല കോൺട്രിബ്യൂഷൻസുകളും നൽകിയിട്ടുണ്ട്. ആർട്ട് ആയിക്കോട്ടെ, ആർക്കിടെക്ചർ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, അതല്ല റിലീജിയൻ ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസുകൾ നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യൻ റൂളിംഗ് ഡൈനാസ്റ്റിയാണ് ഇവിടെ പല്ലവന്മാർ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, കൂടാതെ ഹിന്ദുയിസവും ജൈനിസവും ബുദ്ധിസവും ഒക്കെ വളരെയധികം പാട്രണേജ് ചെയ്തിരുന്ന ഡൈനാസ്റ്റി കൂടിയായിരുന്നു പല്ലവന്മാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ പല്ലവന്മാരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നത് ഒറിജിൻസ് ഓഫ് പല്ലവ ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ്. ഇവിടെ പല്ലവന്മാരുടെ ഒറിജിനെ സംബന്ധിച്ച് ധാരാളം ഡിബേറ്റുകൾ സ്കോളേഴ്സുകൾക്കിടയിൽ നിലവിലുണ്ട്. പ്രധാനമായിട്ടും 4 ഡിബേറ്റുകളാണ് നിലവിലുള്ളത്. അതിൽ ഒന്നാമത്തേത് ഇന്തോ ആര്യൻ ഒറിജിൻ എന്നുള്ളതാണ് കേട്ടോ. അതല്ലെങ്കിൽ ഇന്തോ ആര്യൻ തിയറിയാണ്. അതായത് ഈ പല്ലവന്മാര് നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മിൺസിന്റെ പിൻഗാമികളാണെന്നും ഇവർ പിന്നീട് ഡെക്കാൻ റീജിയനിലേക്ക് കുടിയേറിയവരാണ് എന്നും ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട്. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് നാഗ കളക്ഷനാണ്. അതായത് പല്ലവന്മാർക്ക് ഏൻഷ്യൻ നാഗന്മാരുമായിട്ട്, അതായത് ഏൻഷ്യൻ ഇന്ത്യൻ ടെക്സ്റ്റുകളിൽ പരാമർശിക്കപ്പെടുന്ന ഏൻഷ്യൻ നാഗന്മാരുമായിട്ട് ഒരു ലിങ്ക് ഉണ്ട്, കണക്ഷൻ ഉണ്ടെന്ന് ഈ ഒരു തിയറി പ്രസ്താവിക്കുന്നു. മൂന്നാമത്തേത് ഫോറിൻ ഒറിജിൻ തിയറിയാണ്. അതായത് ഇവിടെ പല്ലവന്മാർക്കൊരു ഫോറിൻ റൂട്ട് ഉണ്ടെന്നും അതായത് ഇവര് പേർഷ്യ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നും കുടിയേറിയവരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. ഇനി നാലാമത്തേതും ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ദ്രവീഡിയൻ റൂട്ട് എന്ന് പറയുന്നതാണ് കേട്ടോ. അതായത് ലോക്കൽ ദ്രവീഡിയൻ റൂട്ട്, അതായത് പല്ലവന്മാര് ലോക്കൽ ദ്രവീഡിയൻ ഇൻഡിജീനിയസ് ആളുകളാണ് എന്നും അവർ ഇങ്ങനെ ഒരു റൂളിംഗ് ഡൈനാസ്റ്റി ആയിട്ട് എമേർജ് ചെയ്ത് വന്നതാണ് എന്നുമുള്ള ആ ഒരു തിയറിയാണ് ഏറ്റവും കൂടുതൽ സ്കോളേഴ്സുകൾ അംഗീകരിക്കപ്പെടുന്ന തിയറി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പ്രധാനമായിട്ടും പല്ലവന്മാരുടെ ഒറിജിനെ സംബന്ധിച്ച് 4 തിയറികളുണ്ട്. ഒന്നാമത്തേത് ഏതാണ്? ഇന്തോ ആര്യൻ തിയറി. രണ്ടാമത്തേത് നാഗ ലിങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഗ കണക്ഷൻ. മൂന്നാമത്തേത് ഫോറിൻ ഒറിജിൻ തിയറി. നാലാമത്തേത് ലോക്കൽ ദ്രവീഡിയൻ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 തിയറികളാണ് ഇന്നും പല്ലവന്മാരുടെ ഒറിജിൻസിനെ സംബന്ധിച്ച് നിലവിലുള്ള തിയറീസുകൾ എന്ന് പറഞ്ഞത്. അപ്പം ഇന്നും സ്കോളേഴ്സുകൾക്കിടയിൽ നിരന്തരം ഡിബേറ്റുകൾ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ് പല്ലവന്മാരുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററി ഓഫ് പല്ലവാസ് ആണ്. ഇവിടെ നമ്മൾ പല്ലവ ചരിത്രം നോക്കുന്ന സമയത്ത് പല്ലവന്മാരുടെ ചരിത്രത്തെ നമുക്ക് 2ആക്കി ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേത് ഏർലി പല്ലവാസ് എന്നും രണ്ടാമത്തേത് ലേറ്റർ പല്ലവാസ് എന്നും. ഇവിടെ ഏർലി പല്ലവാസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് CE 3rd to CE 6th century ആണ്. അതായത് AD 3-ാം നൂറ്റാണ്ട് മുതൽ AD 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഏർലി പല്ലവ കാലഘട്ടം എന്നും, കൂടാതെ AD 6-ാം നൂറ്റാണ്ട് മുതൽ AD 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ലേറ്റർ പല്ലവ പീരീഡ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ നമുക്കിവിടെ പല്ലവ ഹിസ്റ്ററി നമുക്ക് 2ആക്കി ഡിവൈഡ് ചെയ്യാം. ഏർലി പല്ലവാസ് എന്നും അതുപോലെ തന്നെ എന്താ പറയുന്നത് ലേറ്റർ പല്ലവാസ് എന്നും അല്ലേ. ഇവിടെ ഏർലി പല്ലവാസിന്റെ കാലഘട്ടമാണ് CE 3rd century to CE 6th century CE. ഓക്കെ, അതുപോലത്തെ ലേറ്റർ പല്ലവാസിന്റെ കാലഘട്ടമാണ് CE 6th century to CE 9th century എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഏർലി പല്ലവ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഈ ഏർലി പല്ലവന്മാരുടെ ചരിത്രത്തെ കുറിച്ച് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സസുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏർലി പല്ലവന്മാരെ കുറിച്ചിട്ടുള്ള ചരിത്രം പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, കൂടാതെ ഈ ഒരു കാലഘട്ടത്തിൽ
പല്ലവന്മാർ എന്ത് ചെയ്യുന്നു? സദേൺ ഡെക്കാണിലേക്ക് വളരെ ഗ്രാജുവലി ആയിട്ടാണ് തങ്ങളുടെ പവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരുന്നത്. മറ്റൊന്നാണ്, ഈ ഒരു കാലഘട്ടത്തിൽ ഈ പല്ലവന്മാർ എന്ന് പറയുന്നത് ശതവാഹനന്മാരുടെ കീഴിലുള്ള ഫ്യൂഡൽ പ്രഭുക്കന്മാർ അല്ലെങ്കിൽ ഫ്യൂഡേറ്ററീസ് ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ നിന്നുമാണ് പിന്നീട് അവര് ഭരണം കൈക്കലാക്കുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് ലേറ്റർ പല്ലവാസ് എന്നുള്ളതാണ്. ഏതായിരുന്നു കാലഘട്ടം? CE 6th century to 9th century ആണ് ലേറ്റർ പല്ലവാസിന്റെ കാലഘട്ടമായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ ഈ ഒരു പീരീഡ് ആണ് പല്ലവ പവറിന്റെയും പല്ലവ കൾച്ചറൽ അച്ചീവ്മെന്റ്സിന്റെയും ഏറ്റവും പീക്ക് പീരിയഡ് ആയിട്ട് അറിയപ്പെടുന്നത്, പ്രത്യേകിച്ച് നരസിംഹവർമ്മന്റെയൊക്കെ ഭരണകാലഘട്ടങ്ങളിൽ. അപ്പം ഇവിടെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കീ റൂളേഴ്സുകളാണ്. ഒന്നാമത്തേത് സിംഹവിഷ്ണുവാണ് കേട്ടോ. അതായത് CE 575 CE 600 ഇടയിൽ ഭരിച്ചിരുന്ന പല്ലവ രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു സിംഹവിഷ്ണു എന്ന് പറയുന്ന പല്ലവ രാജാവ്. ഓക്കെ, അപ്പം ഈ സിംഹവിഷ്ണുവാണ് കലബ്രാസിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ഈ പല്ലവ ഡൈനാസ്റ്റിയെ എക്സ്പാൻഡ് ചെയ്യുന്നത്. കൂടാതെ കാഞ്ചീപുരം ക്യാപിറ്റൽ ആക്കിക്കൊണ്ട് പല്ലവ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നതും ആരാണ്? സിംഹവിഷ്ണു ആണ്. മറ്റൊന്നാണ്, സിംഹവിഷ്ണു വൈഷ്ണവിസത്തെ വളരെയധികം പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. കൂടാതെ ഇദ്ദേഹം ടെമ്പിൾ കൺസ്ട്രക്ഷന് വളരെ വലിയ പാട്രണേജുകളും നൽകിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് റൂളറാണ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. CE 600 മുതൽ CE 630 വരെയുള്ള കാലഘട്ടമാണ് മഹേന്ദ്രവർമ്മൻ ഒന്നാമന്റെ ഭരണകാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ ഈ ആർട്ട് ആയിക്കോട്ടെ, ആർക്കിടെക്ചർ ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ഇതിലൊക്കെ വലിയ രീതിയിൽ പാട്രണേജ് നൽകിയിരുന്ന, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആർട്ടിനെയും ആർക്കിടെക്ചറിനെയും ലിറ്ററേച്ചറിനുമൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു രാജാവായിരുന്നു ഇവിടെ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ടാണ് അദ്ദേഹം തന്നെ തൻ്റെ മത്തവിലാസ പ്രഹസന എന്ന് പറയുന്ന കൃതി, സാൻസ്ക്രിറ്റ് കൃതി തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മത്തവിലാസ പ്രഹസന എന്ന് പറയുന്ന കൃതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എപ്പോഴും നിരന്തരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ മത്തവിലാസ പ്രഹസന എന്ന് പറയുന്ന കൃതി. അത് സാൻസ്ക്രിറ്റ് കൃതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ എന്ന് പറയുന്ന പല്ലവ രാജാവാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത് നരസിംഹവർമ്മൻ ഒന്നാമനാണ്. ഇദ്ദേഹം മാമല്ല എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. CE 630 മുതൽ CE 668 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ നരസിംഹവർമ്മൻ ഒന്നാമൻ എന്ന് പറയുന്ന പല്ലവ രാജാവ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇദ്ദേഹമാണ് ചാലുക്യ ഡൈനാസ്റ്റിയിലെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള രാജാവായിരുന്ന പുലകേശൻ രണ്ടാമനെ പരാജയപ്പെടുത്തുന്നു. ബാറ്റിൽ ഓഫ് മണിമംഗലം എന്ന് പറയുന്ന യുദ്ധത്തിലൂടെയാണ് അദ്ദേഹം പുലകേശൻ സെക്കൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരം കൈയാളുന്നത്. കൂടാതെ ഇദ്ദേഹമാണ് മാമല്ലപുരം അഥവാ മഹാബലിപുരം എന്ന് പറയുന്ന ഏൻഷ്യന്റ് പോർട്ട് സിറ്റിയുടെ ഉയർച്ചയ്ക്കും കാരണമായിട്ടുള്ളത്. കൂടാതെ ഷോർ ടെമ്പിൾ, അതുപോലെ തന്നെ മറ്റ് റോക്കട്ട് ടെമ്പിൾസുകളുടെ കൺസ്ട്രക്ഷന് കമ്മീഷൻഡ് ആയിട്ടുള്ളതും ആരാണ്? ഈ പറയപ്പെടുന്ന നരസിംഹവർമ്മൻ ഒന്നാമൻ എന്ന് പറയുന്ന പല്ലവ രാജാവാണ്. ഇനി മറ്റൊരു രാജാവാണ് നരസിംഹവർമ്മൻ സെക്കൻഡ് അല്ലെങ്കിൽ നരസിംഹവർമ്മൻ രണ്ടാമൻ. CE 695 മുതൽ CE 722 വരെയുള്ള കാലഘട്ടത്തിലാണ് നരസിംഹവർമ്മൻ രണ്ടാമന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഇദ്ദേഹവും തൻ്റെ ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ പ്രവർത്തനത്തിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നരസിംഹവർമ്മൻ രണ്ടാമൻ എന്ന് പറയുന്ന പല്ലവ രാജാവ്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം പണികഴിപ്പിച്ച ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ഏത്? കൈലാസനാഥ ടെമ്പിൾ അറ്റ് കാഞ്ചീപുരം അല്ലെ. കാഞ്ചീപുരത്തുള്ള കൈലാസനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചതാരാണ്? നരസിംഹവർമ്മൻ രണ്ടാമൻ ആണ്. കൂടാതെ ഇദ്ദേഹം ശൈവസത്തിന്റെ ഒരു വലിയ പ്രൊമോട്ടറും അതുകൂടാതെ തന്നെ ശൈവസത്തിന്റെ മറ്റ് സ്കോളേഴ്സുകളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നരസിംഹവർമ്മൻ രണ്ടാമൻ എന്ന് പറയുന്ന പല്ലവ രാജാവ്. ക്ലിയർ ആയല്ലോ? പിന്നീട് CE 8ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ടാണ് ഈ പല്ലവ ഡൈനാസ്റ്റിയുടെ തകർച്ച ആരംഭിക്കുന്നത്. അതായത് ഇവിടെ പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ആക്രമണം ആരംഭിക്കുന്നത് അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ശക്തമായിട്ട് വരുന്നത് CE 8ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ടായിരുന്നു. CE 9ാം നൂറ്റാണ്ടിൽ ഈ ചോള അതുപോലെ തന്നെ പാണ്ഡ്യ ആക്രമണത്തോട് കൂടിയിട്ട് പല്ലവ ഡൈനാസ്റ്റി പൂർണ്ണമായിട്ടും തകർന്നു പോവുകയാണ്
ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു സൗത്ത് ഇന്ത്യൻ കൾച്ചർ ആണ് കേട്ടോ. പല്ലവന്മാരുടെ സൗത്ത് ഇന്ത്യൻ കൾച്ചറിലേക്കുള്ള കോൺട്രിബ്യൂഷൻസുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തേത് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആണ് കേട്ടോ. ഇവിടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ നമുക്ക് മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേത് റോക്കട്ട് ടെമ്പിൾസ് എന്നും, രണ്ടാമത്തേത് സ്ട്രക്ചറൽ ടെമ്പിൾസുകൾ എന്നും, മൂന്നാമത്തേത് സ്കൾപ്ചേഴ്സുകൾ എന്നും. ഇവിടെ റോക്കട്ട് ടെമ്പിൾസുകൾ ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ആരാണ്? പല്ലവന്മാരാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസുകളാണ് ഏത്? മണ്ഡകപ്പട്ട്, മഹാബലിപുരം പോലെയുള്ള ടെമ്പിൾസുകൾ. രണ്ടാമത്തേത് ഏതാണ്? സ്ട്രക്ചറൽ ടെമ്പിൾസുകളാണ്. അതായത് ആദ്യമായിട്ട് ഒരു റോക്കട്ട് ടെമ്പിൾസ് എന്നുള്ളതിൽ നിന്നും ഒരു സ്ട്രക്ചറൽ ടെമ്പിൾസിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുന്നതും ആരുടെ കാലഘട്ടത്തിലാണ്? പല്ലവന്മാരുടെ കാലഘട്ടത്തിലാണ്. അതിന് എക്സാമ്പിൾസുകളാണ് കാഞ്ചീപുരത്തെ കൈലാസനാഥ ടെമ്പിൾ, അതുപോലെ തന്നെ മഹാബലിപുരത്തെ ഷോർ ടെമ്പിൾ തുടങ്ങിയിട്ടുള്ളവ. ഇനി മറ്റൊന്നാണ് സ്കൾപ്ചേഴ്സുകൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടാകുന്നു? ഹിന്ദി ഡെയ്റ്റീസുകളുടെയും എപ്പിക്സുകളിലെ സീനുകളും ഡെയിലി ലൈഫുകളിലെ സീനുകളും ഒക്കെ കാർവ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്കൾപ്ചേഴ്സുകളും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി മറ്റൊന്നാണ് ഇവിടുത്തെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ ഈ പല്ലവന്മാര് സംസ്കൃതം അതുപോലെ തന്നെ തമിഴ് ലിറ്ററേച്ചറുകളെ ഒരുപോലെ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മഹേന്ദ്രവർമ്മൻ ഒന്നാമനൊക്കെ സാൻസ്ക്രിറ്റിൽ രചിച്ചിട്ടുണ്ട് അല്ലെ. ഏതായിരുന്നു? മത്തവിലാസ പ്രഹസൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സാൻസ്ക്രിറ്റ് കൃതി എങ്ങനെയാണ്? ഈ പല്ലവന്മാരുടെ ലിറ്ററേച്ചറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കൂടാതെ ഇവര് തമിഴ് സംഘം പോയിറ്റുകളെയും സ്കോളേഴ്സുകളെയും ഒക്കെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മള് ഈ പല്ലവന്മാരുടെ റിലീജിയൻ നോക്കുന്ന സമയത്ത് ഇവര് വളരെ റിലീജിയസ് ടോളറൻസ് ഉള്ള ഭരണാധികാരികൾ ആയിരുന്നു. അതായത് ഇവർ പ്രധാനമായിട്ടും ഹിന്ദുയിസമാണ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പെർട്ടിക്കുലർലി ശൈവിസവും വൈഷ്ണവിസവും. കൂടാതെ ഇവർ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ശിവനും വിഷ്ണുവിനും മറ്റ് ഡേറ്റീസുകൾക്കും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം ടെമ്പിൾസുകളും പല്ലവന്മാർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ബുദ്ധിസം, ജൈനിസം പോലെയുള്ള മറ്റ് മതങ്ങളെയും ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ പല്ലവന്മാരുടെ ഒരു റിലീജിയസ് ടോളറൻസിനെയാണ് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് പല്ലവന്മാരുടെ സോഷ്യോ റിലീജിയസ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ പല്ലവന്മാരുടെ സോഷ്യൽ സ്ട്രക്ചർ എടുക്കുന്ന സമയത്ത് സൊസൈറ്റി പ്രധാനമായിട്ടും കാസ്റ്റിസം അഥവാ ജാതി വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രാഹ്മിൺസ് എല്ലാ പ്രൊമിനന്റ് ആയിട്ടുള്ള സ്ഥാനമാനങ്ങളും ഹോൾഡ് ചെയ്തിരുന്ന കാസ്റ്റ് സിസ്റ്റം അഥവാ ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന ഒരു സമൂഹമായിരുന്നു പല്ലവന്മാരുടെ സമൂഹം എന്ന് പറയുന്നത്. കൂടാതെ പല്ലവന്മാർ അഗ്രീറിയൻ കമ്മ്യൂണിറ്റിയെയും ട്രേഡ് കമ്മ്യൂണിറ്റിയെയും ഒരുപോലെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അർബൻ സെന്റേഴ്സുകളായിട്ടുള്ള കാഞ്ചീപുരവും മഹാബലിപുരവും ഒക്കെ തന്നെ ഇവരുടെ കാലഘട്ടങ്ങളിൽ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റികളുടെ ഹബ്ബുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പല്ലവന്മാരുടെ റിലീജിയസ് പ്രാക്ടീസിലേക്ക് വരുന്ന സമയത്ത് ഹിന്ദുയിസം നോക്കാം നമുക്ക്. ഇവിടെ പല്ലവന്മാര് ഹിന്ദുയിസത്തിന്റെ വളരെ സ്റ്റോഞ്ച് ആയിട്ടുള്ള പാട്രൺസുകൾ ആയിരുന്നു കേട്ടോ. അതായത് ശൈവിസവും ബുദ്ധിസവും ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന പാട്രണൈസ് കൊടുത്തിട്ടുണ്ടാകുന്ന രാജാക്കന്മാരായിരുന്നു ഓരോ പല്ലവ രാജാക്കന്മാരും എന്ന് പറയുന്നത്. കൂടാതെ ഈ ഡിവോഷണൽ പ്രാക്ടീസുകൾക്ക് ആവശ്യമായിട്ടുള്ള അതായത് ഭക്തി മൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള ധാരാളം ടെമ്പിൾസുകളുടെ നിർമ്മാണത്തിലും ഈ പല്ലവന്മാരുടെ കൈകൾ ഉണ്ടായിരുന്നു. മറ്റൊന്നാണ് ഈ ടെമ്പിൾസുകളെ മാനേജ് ചെയ്യാനായിട്ട് പ്രീസ്റ്റുകളെയും സ്കോളേഴ്സുകളെയും പല്ലവ രാജാക്കന്മാർ തന്നെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ബുദ്ധിസം ജൈനിസം നോക്കുന്ന സമയത്ത് ഇവിടെ ഹിന്ദു ലേണിങ്സ് മാത്രമല്ല പല്ലവന്മാർക്ക് ബുദ്ധിസവും ജൈനിസത്തോടും ഒക്കെ ഒരു റിലീജിയസ് ടോളറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ബുദ്ധിസ്റ്റ് വിഹാരങ്ങളും അതുപോലെ തന്നെ ജൈൻ ബസാഡിക്സുകളും ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. അതായത് ഒരേ സമയം ഹിന്ദുയിസം വാണിരുന്ന ആ ഒരു റീജിയനിൽ ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങൾ എന്താ പറയുക വിഹാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ എന്തിലേക്ക് നയിക്കുന്നു? ഇവരൊരു ടോളറൻസ് ഉള്ള രാജാക്കന്മാരായിരുന്നു എന്നതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ
ഈ ബുദ്ധിസത്തിലെയും ജൈനിസത്തിലെയും സ്കോളേഴ്സുകൾക്ക് ആ ഒരു സമൂഹത്തിൽ വലിയ രീതിയിലുള്ള റെസ്പെക്റ്റും അതുപോലെ തന്നെ സപ്പോർട്ടും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്ന മറ്റൊന്നാണ് സിൻക്രറ്റിസം എന്ന് പറയുന്നത്. അതായത് ഈ പല്ലവ രാജാക്കന്മാര് ഈ പല റിലീജിയൻസിൻ്റെ അകത്ത് വരുന്ന ഘടകങ്ങളെ ഉൾച്ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, അതിനാവശ്യമായിട്ടുള്ളത് പല ബഹുമതങ്ങളിലെ വിശ്വാസങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇൻസ്ക്രിപ്ഷൻസുകളും അതുപോലെ തന്നെ ആർട്ടുകളും നമുക്ക് ഈ പല്ലവ രാജാക്കന്മാരുടേതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പല്ലവന്മാരെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. താങ്ക് യു.